എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് അകാരണമായ ഭയമുണ്ടോ? രാത്രിയിൽ ഉറക്കത്തിൽ നിങ്ങൾ ഞെട്ടി എണീക്കാറുണ്ടോ? കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടിത്തെറിച്ച് കരയാറുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭസ്മം തൊടുന്നത് വളരെ നല്ലതാണ്. അത് എങ്ങനെയാണ്, എപ്പോഴാണ് തൊടേണ്ടത് എന്ന് പറയാം. പണ്ട് കാലത്ത് വീടുകളിൽ കാലത്തും വൈകിട്ടും കുളിച്ച് വിളക്ക് വെച്ചതിന് ശേഷം ഉടനെ തന്നെ ഭസ്മം തൊടാൻ പ്രായമായവർ പറയാറുണ്ടല്ലേ. പവിത്രമായ ഭസ്മത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട്. രാവിലെ ഭസ്മം തൊടുമ്പോൾ നനച്ചും വൈകിട്ട് തൊടുമ്പോൾ നനയ്ക്കാതെയും വേണം തൊടുവാൻ. സ്ത്രീകൾ ഒരു കാരണവശാലും ഭസ്മം നനച്ച് തൊടാൻ പാടില്ല. അതുപോലെ തന്നെ ഭസ്മം ചൂണ്ടുവിരൽ കൊണ്ട് ധരിക്കാനും പാടില്ല. ഭസ്മം ധരിക്കേണ്ടതുപോലെ ധരിച്ചാൽ അതിൻ്റെ ഗുണം അനുഭവിച്ചു തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പഴയ കാലത്ത് ശരീരത്തിൽ എന്തെങ്കിലും തടിച്ചു പൊങ്ങുക, ചൊറിഞ്ഞു പൊട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ മുത്തശ്ശിമാർ ആ ഭാഗത്ത് ഭസ്മം കൊണ്ട് തടവി തരാറുണ്ടായിരുന്നു. ഉടനെ തന്നെ ആ അസ്വസ്ഥത മാറാറുമുണ്ട്. അമ്പലത്തിൽ നിന്നും പൂജിച്ചു വാങ്ങിയ ഭസ്മം ധരിച്ചാൽ ഇരട്ടി ഗുണമാണ്. കണ്ണേറ് ദോഷം, ബാധദോഷം, അകാരണമായ ഭയം, രാത്രിയിൽ ഞെട്ടി എണീൽക്കുക, കുട്ടികൾ ഉറക്കത്തിൽ ഭയന്ന് കരയുക, ഇതൊന്നുമല്ലാതെ ഇരിക്കാൻ ശിവക്ഷേത്രത്തിൽ പൂജിച്ചു വാങ്ങിയ ഭസ്മം തൊടുന്നത് വളരെ നല്ലതാണ്. മാനസികമായ ഇങ്ങനെയുള്ള അസ്വസ്ഥതയ്ക്ക് മരുന്ന് കഴിച്ചു മാറ്റാൻ സാധിക്കുന്നതല്ല. ഏതു മതത്തിൽപ്പെട്ട ആളുകൾക്കും ഇത് നിഷ്ഠയോടുകൂടി ഉപയോഗിക്കാവുന്നതാണ്. രാത്രിയിൽ പേടി സ്വപ്നം കാണുന്നവർ, ഉറക്കം ശരിയായി കിട്ടാത്തവർ കിടക്കാൻ നേരം കയ്യും കാലും മുഖവും കഴുകിയ ശേഷം മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്പം ഭസ്മമെടുത്ത് നെറ്റിയിൽ അണിഞ്ഞിട്ട് കിടന്നു നോക്കൂ. ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് സാധിക്കും. ഇത് പണ്ടുകാലം തുടങ്ങി ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ്. അകാരണമായി പേടിയുള്ളവർ കാലത്തും വൈകിട്ടും 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം നിങ്ങൾ നെറ്റിയിൽ ഈ ഭസ്മം ഒന്ന് തൊട്ടു നോക്കൂ. വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. അശുദ്ധിയായിരിക്കുന്ന സമയത്തോ പുലവാലായ്മ ഉള്ള ദിവസങ്ങളിലോ ഭസ്മം ധരിക്കാൻ പാടുള്ളതല്ല. മത്സ്യമാംസാദികൾ കഴിച്ചവർ ആണെങ്കിൽ കുളിച്ച് ശുദ്ധിയായ ശേഷം മാത്രമേ ഭസ്മം തൊടാൻ പാടുള്ളൂ. അസഹനീയമായ രോഗങ്ങൾ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം നൽകുന്നതാണ് ഭസ്മധാരണം. ഇനി ഭസ്മം ധരിക്കുന്നത് ഒരു ജീവിതചര്യയായി കൊണ്ടു നടന്നാൽ അത് നിങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.